കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചത് എന്തിനായിരിക്കും? അവർ സംസാരിച്ചത് 40 മിനിറ്റിൽ ഏറെയാണ്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കാം ഈ ഒരു ഫോൺ കോളിലൂടെ തന്നെ അവർ സംസാരിച്ചത് എന്നതിന്റെ ഒരു പൂർണ്ണ ചിത്രം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ആ ഫോൺ കോളിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ആഗോള തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. സുപ്രധാനമായ തീരുമാനങ്ങൾ എന്തെങ്കിലും കൈക്കൊണ്ടിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളാണ്, ആ ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ നിഴലിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ മോദിക്ക് സാധിക്കുമെന്ന തരത്തിൽ സംസാരങ്ങൾ അണിയറയിൽ പോലും സജീവമായിരുന്നു. പല ഉന്നത നേതാക്കളടക്കം ആ അഭിപ്രായം പങ്കുവെച്ച് രംഗത്ത് വന്നെങ്കിൽ പോലും ഇന്ത്യ ആകട്ടെ ഈ യുദ്ധത്തിൽ മറ്റൊരു തരത്തിലുള്ള പ്രതികരണം പോലും അവിടെ അറിയിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇതിനെ ഏതെങ്കിലും തരത്തിൽ അറിയിക്കാൻ ശ്രമിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അവർ കൂടുതലായും മറ്റു കാര്യങ്ങളിൽ, ഇന്ധനക്ഷാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഒടുവിൽ ട്രംപ് തന്നെ മോദിയെ വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തതിലൂടെ തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിൽ, അതായത് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ചർച്ചകളാണോ അവിടെ നടന്നതെന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താനുമായി ഫോണിൽ സംസാരിച്ചു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഒരു ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ ഉള്ള സംഭാഷണം നടന്നത്. എന്റെ സുഹൃത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നെ ഫോണിൽ വിളിച്ചു. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണങ്ങൾ കൈവരിച്ച പുരോഗതി ഞങ്ങൾ അവലോകനം ചെയ്തു. എല്ലാ മേഖലകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ അവിടെ പ്രതിജ്ഞാബദ്ധരാണ് എന്നും, അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുകയും ഹോർമൂസ് കടലിടുക്ക് തുറക്കേണ്ടത് അത് സംബന്ധിച്ചും അതിന്റെ സുരക്ഷ സംബന്ധിച്ചുമുള്ള പ്രധാന കാര്യങ്ങൾ ഇവിടെ ഊന്നി പറയുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇരു നേതാക്കളും തമ്മിലുള്ള സംഭാഷണം 40 മിനിറ്റോളം നീണ്ടു നിന്നു എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും വ്യാപാരത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി തന്നെ ഇന്ത്യയിലെ US പ്രതിനിധിയായ സെർജിയോ ഗോറാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ട്രംപ് പതിവായി പ്രധാനമന്ത്രിയെ വിവരങ്ങൾ അറിയിക്കാറുണ്ട് എന്നും, പശ്ചിമേഷ്യയിലെ നിലവിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇന്ത്യയും US തമ്മിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും ഇവിടെ പ്രധാനമായി തന്നെ വിശദീകരണങ്ങൾ നൽകാറുണ്ട് എന്നതാണ് സെർജിയോ ഗോർ വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി തന്നെ US ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സമാധാന ചർച്ച ആരംഭിക്കുകയും ചെയ്തതിനു ശേഷം ട്രംപും മോദിയും തമ്മിൽ നടക്കുന്ന ആദ്യത്തെയും ഈ വർഷത്തെ നടത്തിയ മൂന്നാമത്തെയും സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ സംഭാഷണം വളരെയധികം നിർണായകമായ ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.